വേഗം വാ, വലയായി വാ. ഈ കോപ്രായങ്ങളൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, യെസ്, ബ്രാൻഡ് ന്യൂഡേ കാണാൻ പോവുക. ടോവിനോ എന്ത് ശരിയല്ല, എത്ര മെച്ചൂരിറ്റി ഉണ്ടെന്ന് അഭിനയിച്ചാലും നമ്മുടെ ഉള്ളിൽ ആ കുട്ടി ഇപ്പോഴും ഉണ്ട്. ഒരു വാഴക്കുട്ടി. അങ്ങനെ ഞങ്ങൾ 2 വാഴകളിൽ രാവിലെ ഇറങ്ങി. പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടില്ലെങ്കിൽ സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ രവേദിലെ ആദ്യത്തെ ഷോ തന്നെ ബുക്ക് ചെയ്തു. അത്യാവശ്യം മാർവലിനെ ഫോളോ ചെയ്യുന്ന ഒരാളായിട്ട് പോലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഏതെങ്കിലും വെബ് സീരീസ് കാണാത്തോണ്ട് കലങ്ങാതിരിക്കുമെന്ന്. കലക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം താമസിച്ചുകൊണ്ട് തന്നെ രാമായണയുടെ ട്രെയിലർ മിസ്സായി. പിന്നെ തിയേറ്റർ എത്തിക്കാൻ ഡൂംസ്ഡേയുടെ ട്രെയിലറിലുണ്ട് ഒരാശ്വാസം. അങ്ങനെ പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ പടത്തിനായി. യെസ്, പടത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ ഈ ബ്രാൻഡ് ന്യൂ സ്പൈഡർമാൻ തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ്. അങ്ങനെ ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്ഥിരം കലാപരിപാടി തുടങ്ങി. ജിനുവിനെ സോപ്പിടുക, പപ്സ് വാങ്ങി തിന്നുക. അങ്ങനെ പടം സെക്കൻഡ് ഹാഫും കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥിരം പരിപാടിയിലേക്ക് പോയി. പടത്തെ പറ്റിയുള്ള ഡിസ്കഷൻ. ജിനുവിൻ്റെ ഫസ്റ്റ് മാർവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതവൻ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു. അവൻ്റെ പടം ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. ഇനി എൻ്റെ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ പ്രോപ്പർ ഡെഫിനിഷൻ കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അപ്പോൾ ബൈ ബൈ.